40-നടുത്ത് വയസ്സുള്ള ഒരു സ്ത്രീയാണ്, മക്കളുണ്ട്, ഭർത്താവുണ്ട്. പക്ഷേ ഇതുവരെ നേരിൽ കാണാത്ത ഒരാളുമായി അഗാധമായ പ്രണയത്തിലാണ്. അയാളുടെ ഒരു വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ, ഒരു മെസ്സേജ് വന്നിട്ടില്ലെങ്കിലൊക്കെ തളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് പ്രണയിക്കുന്ന ആളുടെ. പക്ഷെ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് രസകരമായ കുറേ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ ചിലപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഐഡിയിൽ വന്നിട്ട് ചാറ്റ് ചെയ്യും, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഐഡി ഉണ്ടാക്കിയിട്ട് ചാറ്റ് ചെയ്യും. എന്നിട്ട് എന്തായിരിക്കും, ഇത് അഗാധമായ പ്രേമായിരിക്കും. പിന്നെ കാണണം നിർബന്ധം പിടിക്കുമ്പോൾ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ 20 വയസ്സുകാരന് 60 വയസ്സുകാരെ സ്ത്രീനേക്കാരും പ്രേമിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു 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 വിഡ്ഢിത്തം എന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ സത്യത്തിൽ ഇവിടെ സംഭവിക്കണം എന്താ അറിയോ, ഈ ആണും പെണ്ണും തമ്മിൽ, ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ ഒരു ആകർഷണീയതയാണ്. അത് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചതാണ്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ എന്താണ്, നമുക്കങ്ങനെ ആഴ്ചക്ക് അങ്ങോട്ട് മാറാനും പോകാനൊന്നും പറ്റില്ലല്ലോ. ജീവിതത്തിൻ്റെ പല പല സാഹചര്യങ്ങളുണ്ടാവും. എന്ത് സാഹചര്യം വന്നാലും എന്താണ്, ഒന്നിച്ച് പോവാൻ അവർ തമ്മിൽ എന്ത് വേണം, ഒരു ആകർഷണീയത വേണം. അതുകൊണ്ട് എല്ലാ പ്രതികൂലതകളെയും അതിജീവിക്കുന്ന ഒരു സ്നേഹം, ഒരു പ്രേമം, അത് അള്ളാഹു ഒരു കുടുംബം ഒന്നിച്ചു പോകാൻ വേണ്ടി നിശ്ചയിച്ചുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രേമം, ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു കൈമാറ്റങ്ങളാണ്. അപ്പോൾ ഒരു ആണിന് പെണ്ണിനോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, പെണ്ണിന് ആണിനോട് പറയുമ്പോൾ കിട്ടുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. സത്യത്തിൽ ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ത് ചെയ്യുന്നില്ല, ഈ ഒരു അവസരം ഉപയോഗിക്കണില്ല. നമ്മളിപ്പോൾ വിവാഹിതരായി ജീവിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാലോ, ഭാര്യനോട് സംസാരിക്കുക, ഭാര്യക്ക് ഭർത്താവോട് സംസാരിക്കുക. പക്ഷെ അവരതെന്ത് ചെയ്യുന്നില്ല, ആ ഒരു എൻജോയ്മെന്റ് അനുഭവിക്കുന്നവരും ആസ്വദിക്കുന്നവരും വളരെ കുറവാണ്. പിന്നെ ഈ ആസ്വദിക്കുന്നത് ആരാണ്, ഈ അവിഹിതമായിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞത് ഒരു ദിവസം മെസ്സേജ് അയക്കാതെ എനിക്ക് കഴിയൂല എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെ, ഇതിലൊരു അത്ഭുതമല്ല. ഇതിപ്പോ ഈ വ്യക്തിന്റെ പ്രത്യേകതയോ അയാളുടെ സൗന്ദര്യമോ അയാളുടെ പെരുമാറ്റമോ ഒന്നുമല്ല, ആണ് എന്നുള്ളത് മാത്രമാണ്. ആണാണോ അയാളുമായി ചാറ്റ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഒരു പെണ്ണാണോ അവളുമായി ചാറ്റ് ചെയ്താൽ അത് വേറിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങളിലേക്ക് എത്തുന്ന വഴികളാണ് ഇസ്ലാം അത്ര കർശനമായി അടക്കാൻ കാരണം. ഇങ്ങനെ എത്തിപ്പെട്ടാലുള്ള അപകടങ്ങൾ ആലോചിച്ചു. അതാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം, അതേപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും കണ്ണുകളെ താഴ്ത്തണം, അതേപോലെ തന്നെ പരസ്പരം തൊടാൻ പാടില്ല, അതേപോലെ സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല. ഇതൊക്കെ പറയണത് ഇതിലൂടെയാണ് ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു മാനസിക ബന്ധം രൂപപ്പെട്ടു വരുന്നത്. രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുടുംബം തകരും, ഭർത്താവ് തകരും, മക്കൾ. ഇപ്പോൾ വളരെ ദീനിയായി ജീവിച്ചിരുന്ന ഒരു സഹോദരി, വളരെ ചിട്ടയോടെ ജീവിച്ച സഹോദരിയാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയി, മനസ്സിലായി. പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരാളായിട്ട് പരിചയമാണ്. അപ്പോൾ പെൺമക്കളൊക്കെ കല്യാണം കഴിഞ്ഞു പോയ മക്കളാണ്. അവര് കാണുകയാണെന്ത്, ഉമ്മന്റെ ചാറ്റ്. പക്ഷെ ഇവർക്കൊന്നും തോന്നണില്ല. സാധാരണ മക്കളിത് പിടിക്കുമ്പോൾ അവരാ മക്കള് പിടിച്ചാലും എന്ത് ചെയ്യാണ്, അവരതിൽ തുടർന്ന് പോവുകയാണ്. അവരെത്രയോ കാലമായി കാത്തു സൂക്ഷിച്ച ദീനിൻ്റെ ഒരു മാനമോ അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ആ ഒരു റിലേഷനോ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്യണത്, തികച്ചും വലിയൊരു അപമാനം വരുത്തുന്ന ഈ ഒരു പ്രേമവും ചാറ്റിങ്ങും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ പിൻവാങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത്.